നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് വിവാഹത്തിന് ഒരുങ്ങുന്ന ജെൻസിനും ലേഡീസിനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള നമ്മുടെ ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്കൊക്കെ മുൻപ് നമുക്ക് മോർണിംഗിലും നൈറ്റിൽ വേണമെങ്കിൽ മതി, പക്ഷെ മോർണിംഗിൽ മസ്റ്റായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ ഇല്ലേ അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ നമ്മൾ ഏത് സ്കിൻ കെയർ ചെയ്താലും അതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർബ് റെമഡിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ സ്കിൻ ക്ലിയർ ആവുകയും ചെയ്യും, ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു എന്താ പറയുക കരിവാളിപ്പ്, അതുപോലെ തന്നെ ഭയങ്കര പിമ്പിൾ മാർക്സ്, ഡാർക്ക് സ്പോട്ട് ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലത്തെ ഓപ്പൺ പോഴ്സ് ടൈറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആൻഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫേസിൽ. ആ ഒരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൂപ്പർ ഹോം റെമഡിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വ്യൂസ് ഇങ്ങനെ കാണുമ്പോൾ അതിനനുസരിച്ച് ലൈക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കാം വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ. മുൻപൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ അത് വിട്ടുപോകുന്നതാവും വീഡിയോസ്. അതിപ്പോൾ ഞാനായാലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണും, പെട്ടെന്ന് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിൽ അങ്ങനെ കണ്ടിരിക്കും, ലൈക്ക് ചെയ്യാനൊക്കെ മറക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ നിങ്ങളുടെ ഒരു കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്താണ് റെമഡി, അതുപോലെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് തരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. 2 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. സാലഡ് കുക്കുംബർ തൊലി കളഞ്ഞിട്ട്, പിന്നെ നമുക്കൊരു പകുതി തക്കാളിയുടെ പീസ് വേണം കേട്ടോ. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു പൗഡർ കൂടി വേണം, അത് നമുക്ക് അവസാനം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളാക്കി കുട്ടി കുട്ടി പീസാക്കിയിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ തക്കാളിയും നമ്മുടെ കുക്കുംബറും ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്ന്. അതായത് ഡാർക്ക് സ്പോട്ടിന് തക്കാളിയും അതുപോലെ ഓപ്പൺ പോഴ്സ്, അതുപോലെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ, കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ കുക്കുംബർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് അറിയുന്നതല്ല. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു റെമഡിയാണ്. ഈ ഒരു വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്കിന്ന് ഭയങ്കരമായിട്ട് നല്ല നാച്ചുറലി ഗ്ലോ വരാനും അതേപോലെ സ്കിൻ ക്ലിയർ ആവാനും ഡാർക്ക് സ്പോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരിഞ്ഞു വെച്ച പീസുകളൊക്കെ. നമുക്കിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്കറിയാമല്ലോ കുക്കുംബറിൽ ധാരാളം വെള്ളമുണ്ട്. നന്നായിട്ട് നല്ല നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പേസ്റ്റ് ആക്കിയാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആവുള്ളൂ. നല്ല തിക്ക് പേസ്റ്റ് ആക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ കുട്ടി കുട്ടി പീസുകളൊന്നും ഇല്ലാണ്ട് തിക്ക് പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പൗഡറാണ്. വേറൊന്നുമല്ല, നമ്മുടെ കടലമാവ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. കടലമാവ് ഭയങ്കര നല്ലൊരു എക്സ്ഫോളിയേഷനാണ് നമുക്ക് തരിക. ഭയങ്കര മൈന്യൂട്ടായിട്ട് നാച്ചുറലി നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവും കടലമാവ് ഉപയോഗിക്കുമ്പോൾ. ഒപ്പം നമ്മുടെ ഫേസ് നല്ലൊരു ക്ലെൻസിങ് ആണ് നമുക്ക് കിട്ടുക കടലമാവ് ഉപയോഗിക്കുമ്പോൾ. ഒരു 1/2 സ്പൂൺ മതി. നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വെണ്ണ പോലെ അരഞ്ഞ മിക്സിലേക്ക് നല്ല നൈസായിട്ടുള്ള കടലമാവ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മിക്സ്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. എന്നാൽ വല്ലാണ്ട് കട്ടിയല്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഐസ് ട്രേ ആണ് കേട്ടോ. ഐസ് ട്രേയിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇപ്പോൾ 1 വീക്കിനുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഓരോ ഈ ഒരു ചെറിയ ഈ ഒരു ക്യൂബുകളായിട്ട് കിട്ടാൻ പാകത്തിന് നമ്മളിതുപോലെ അങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇത് രാവിലെ ചെയ്ത് വെച്ചതാണ്, പക്ഷേ വൈകുന്നേരം വീഡിയോ എടുക്കണ നേരമായപ്പോൾ കറണ്ട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും കട്ടയായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടാണ് ഇത് നമ്മുടെ വീഡിയോ കാണിച്ചത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സംഭവം. എനിക്ക് ശരിക്കും ഇങ്ങനെ നല്ലൊരു കട്ട പോലെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം മാതിരി ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മിക്സ് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഞാൻ വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കട്ടയായിട്ടുണ്ടെന്നാണ്, നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ പിടിച്ചു വയ്ക്കുമ്പോൾ സംഭവം പ്ലേ കട്ടയായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കി നല്ല സെലക്ട് ചെയ്തതിലൊരു നല്ല കട്ട മാതിരി ക്യൂബായിട്ട് വന്നത് പറഞ്ഞ് ഞാൻ എടുത്തു. പക്ഷെ പെട്ടെന്ന് അതിങ്ങനെ നമ്മുടെ ഫേസിൽ വെച്ചപ്പോഴേക്കും അതിങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം മാതിരി അധികം കട്ടയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം കറണ്ട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കായിരുന്നു. അതാണ് സംഭവം. നമുക്ക് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും സംഭവം കട്ടയായിട്ടോ. നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ നല്ല പാകമായി. അപ്പോൾ ഇത് നമ്മൾ ഫേസിലിടുമ്പോൾ ഒരു നല്ലൊരു വൈറ്റിഷ് മാതിരി വരും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസിൽ പറയാണ്ടായിരിക്കും. കാരണം നമുക്ക് ഈ കടലമാവും ഈ മിക്സും കൂടി ചേർന്നിട്ട് ഐസ് ക്യൂബ് ആകുമ്പോഴേ സംഭവം ഒരു വെള്ള
ടാൻ നന്നായിട്ട് മാറും. നമ്മുടെ ഫേസിൽ നമ്മളിത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കടലമാവിൻ്റെ ആ ഒരു കളറിൽ അതങ്ങനെ എടുത്തറിയും കേട്ടോ സംഭവം. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്യുക. പറ്റുകച്ചാൽ ഫേസിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ പണികളുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷെ നേരെ ഒരു മസാജ് ചെയ്തിട്ട് നേരെ നമ്മൾ അത് വാഷ് ചെയ്തെടുക്കുക, അത്രയും മതി. അപ്പോൾ വാഷ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഫേസ് വാഷോ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. ഇനിയിപ്പോൾ ഇത് അല്ല നിങ്ങൾക്ക് ഒന്നും കൂടി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫേസ് വാഷ് പൗഡർ അല്ലെങ്കിൽ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഫേസിലത്തെ ഒരു എന്താ പറയുക 90% ഇഷ്യൂസ് കുറഞ്ഞ് നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ്, പിന്നെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ആ ഡെയിലി നമുക്ക് കിട്ടുന്ന ടാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയുകയും നമ്മുടെ സ്കിന്ന് നല്ല നാച്ചുറലി ഗ്ലോ വരാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി ടിപ്സ്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിത് ജെൻസിനും ലേഡീസിനും ചെയ്യാം. നമ്മുടെ സ്കിന്ന് നാച്ചുറലി നല്ലൊരു ഗ്ലോ വരാനും അതേപോലെ നമുക്ക് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും സ്കിന്നിലത്തെ ടാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞ് സ്കിന്നിലത്തെ ഡാർക്ക് സ്പോട്ട് കുറഞ്ഞ് ഒക്കെ നമ്മുടെ ആ ഒരു ക്ലിയർ ആവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു ടിപ്സ് കൂടി വരുന്നുണ്ട് നമുക്ക് വിവാഹത്തിന് വരുന്നവർക്കൊരു ഹെയർ കെയർ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി ടിപ്സാണ്. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഫേസ് നല്ല ക്ലെൻസ് ആവും, അതുപോലെ തന്നെ ഫേസിൽ അഴുക്കൊക്കെ പോയി നമ്മുടെ പോഴ്സ് നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ പോഴ്സ് നന്നായിട്ട് ടൈറ്റ് ആവാനും അതേപോലെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയി നല്ല നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനും അതേപോലെ സ്കിന്നിലത്തെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡാർക്ക് സ്പോട്ട്, പിമ്പിൾ മാർക്ക്, അതുപോലെ കരിവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി ചതുരക്കട്ട ഐസ് ക്യൂബാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു റിസൾട്ട് ഏകദേശം ഒരു കല്യാണമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കുറഞ്ഞതൊരു 3 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യുക. രാവിലെയാണ് ഏറ്റവും നല്ല സമയം, രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫേസ് വാഷ്, നിങ്ങളുടെ ടോണർ, മോയ്സ്ചറൈസർ, നിങ്ങളുടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറം എല്ലാം ഉപയോഗിക്കാം. ഫസ്റ്റ് നമ്മളിതൊന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എങ്കിലും ജസ്റ്റ് ഒന്ന് വെക്കുക, വാഷ് ചെയ്ത് കളയുക. അത്രേ ഉള്ള പണി, വലിയ പണിയില്ല കേട്ടോ. എന്താ വെച്ചാൽ സമയമില്ലാത്തവർക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരും ആ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒന്ന് മെനക്കെട്ടാൽ മതി. ജസ്റ്റ് ഒരു 1 വീക്കിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ സൂപ്പർ എക്സൈറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും ലേഡീസിനായാലും ജെൻസിലാണെങ്കിലും നമ്മുടെ ഹെയർ കെയർ നമ്മൾ അധികം അങ്ങോട്ട് കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള ഒരു ഹെയർ കെയർ റെമഡി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.